ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നൊരു PYQ സെഷനാണ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. 2025 വ്യത്യസ്തമായ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ നിലവാരം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി, ഏതെല്ലാം ഫാക്റ്റുകളാണ് അതുമായി കണക്ട് ചെയ്ത് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് ഇവിടെ കണക്ട് ചെയ്ത് പറയുന്ന ഓരോ പോയിന്റുകളും SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്റ്റുകൾ പറയുക എന്നതല്ല, അതും പറയണം, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. നമ്മൾ PYQൻ്റെ ഒരു സീരീസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറയാം. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതേത്? ചോദ്യത്തിന്റെ നിലവാരം നോക്കൂ. ബാക്ടീരിയ രോഗം അല്ലാത്തതേത്? ബാക്ടീരിയ രോഗം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, രോഗങ്ങൾ, രോഗകാരികൾ ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാ PSC പരീക്ഷകളിലും ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടോ, അവിടെ ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. അതിനകത്തു നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇത് 2025 ലബോറട്ടറി അസിസ്റ്റന്റ് ജൂണിൽ നടന്ന പരീക്ഷയിലെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം സിലബസ് കവർ ചെയ്യണം. സിലബസ് കവർ ചെയ്യുമ്പോൾ നമ്മൾ രോഗങ്ങളും രോഗകാരികളും പഠിക്കും. എന്നിട്ട് ഇവിടെ വന്ന് ഈ ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബാക്ടീരിയകൾ ഏതെല്ലാമാണ്? ആ ബാക്ടീരിയ രോഗങ്ങളിൽ ഇതിൽ ഏതെല്ലാം ഉണ്ടെന്ന് നോക്കാം. ക്ഷയരോഗം ബാക്ടീരിയ രോഗമാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. ആന്ത്രാക്സ് ബാക്ടീരിയ രോഗമാണ്. രോഗങ്ങളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ക്ലാസ് ചെയ്തപ്പോൾ അതിനകത്ത് ബാക്ടീരിയ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്ടീരിയ രോഗത്തെ തിരിച്ചറിഞ്ഞു. ഇതിനകത്ത് ഇത് ബാക്ടീരിയ രോഗം അല്ല, മീസിൽസ് ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതെന്നല്ലേ? ബാക്ടീരിയ രോഗം അല്ലാത്തത് ഈ തന്നിരിക്കുന്നതിൽ മീസിൽസ് ആണ്. മീസിൽസ് ഒരു വൈറസ് രോഗമാണ്. ശ്രദ്ധിക്കൂ, അഞ്ചാം പനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഞ്ചാം പനിയുടെ ഇംഗ്ലീഷാണ് മീസിൽസ്. അഞ്ചാം പനി എന്ന് പറയുന്ന രോഗത്തിന്റെ രോഗകാരി എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. ആ വൈറസിന്റെ പേരാണ് മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. റൂബിയോള വൈറസ് അല്ലെങ്കിൽ മീസിൽസ് വൈറസ്. മീസിൽസ് എന്ന് പറയുന്ന രോഗം, അഞ്ചാം പനി, അതുണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ്. ആ വൈറസ് ആണ് മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ് എന്ന് പറയുന്നത്. എന്താണ് വൈറസ്? ഒരു പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു ആവരണത്തിനകത്ത് DNA അല്ലെങ്കിൽ RNA ഉള്ള ഒരു രൂപമാണ് വൈറസിനുള്ളത്. പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു കവചം, അതിനകത്തൊരു DNA അല്ലെങ്കിൽ RNA. സാധാരണ ഒരു കോശത്തിനുള്ള അകത്തിരിക്കുന്ന റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇങ്ങനെ പറയുന്ന സെൽ ഓർഗനൽസ്, കോശ അംഗങ്ങളൊന്നും തന്നെ വൈറസിനില്ല എന്നതാണ് വൈറസുകളുടെ മറ്റൊരു പ്രത്യേകത. ഏതെങ്കിലും ഒരു കോശത്തെ, ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തി റെപ്ലിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നതാണ് വൈറസുകളുടെ പരിപാടി. അങ്ങനെയാണ് വൈറസ് പെരുകുന്നത്. നമ്മുടെ വിചാരം എന്താ? മനുഷ്യരെ മാത്രമേ വൈറസ് ബാധിക്കൂ. അല്ല, പ്ലാന്റുകളെ ബാധിക്കുന്ന വൈറസ് രോഗങ്ങളുണ്ട്. പ്ലാന്റുകളെ ബാധിക്കുന്നേ, ബാക്ടീരിയകളെയും ബാധിക്കും, മറ്റ് സൂക്ഷ്മാണുക്കളെയും വൈറസ് ബാധിക്കും. വൈറസ് അപകടകാരിയാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നത് ബാക്ടീരിയ രോഗമുണ്ടാക്കും, വൈറസും രോഗമുണ്ടാക്കും. അപ്പൊ എന്തായാലും ഇവർ രണ്ടുപേരും രോഗമുണ്ടാക്കും. അതുകൊണ്ട് ഇവർ രണ്ടും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. തെറ്റാണ്. വൈറസ് എന്ന് പറയുന്നത് ബാക്ടീരിയകളെയും ബാധിക്കും, മറ്റ് ഒറ്റക്കോശമുള്ളതും അല്ലാത്തതുമായ ജീവജാലങ്ങളെയും ബാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ വൈറസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഈ പറയുന്ന മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി. ഇത് അഞ്ചാം പനി എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണക്കാരൻ റൂബിയോള വൈറസ് ആണ്. റൂബിയോള വൈറസ് ക്ലിയർ ആണ്. ഇനി ക്ലോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ എന്ന് പറയുന്ന ഒരു രോഗാണുണ്ട്. ഈ രോഗാണുവാണ് ഡിഫ്തീരിയയ്ക്ക് കാരണം. ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന് കാരണം ഒരു ബാക്ടീരിയ. നിർബന്ധമായും ഈ പോയിന്റ് പഠിക്കണം. ആവർത്തിച്ച് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡിഫ്തീരിയയുടെ കാരണക്കാരനാര്? ഡിഫ്തീരിയ എന്ന രോഗം ഉണ്ടാക്കുന്നത് ക്ലോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്.
ചുമ, ഒരാൾ ചുമയ്ക്കുന്നു, രോഗമുള്ള ഡിഫ്തീരിയ രോഗമുള്ള ഒരാൾ ചുമയ്ക്കുന്നു, അയാൾ തുമ്മുന്നു, അതിലൂടെയാണ് ഈ രോഗം മറ്റൊരാളിലേക്ക് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗമാണ് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യമാണ് ഇന്ത്യ. പഠിക്കണേ. നോക്കൂ, ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ആവർത്തന ചോദ്യം, നിർബന്ധമായും പഠിക്കണം. ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ആ രോഗമുണ്ടാക്കുന്ന രോഗാണുവിന്റെ പേരാണ് നമ്മൾ പഠിച്ചത്. ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണുവിന്റെ പേരാണ് നമ്മൾ പഠിച്ചത്. ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണമുണ്ടാവുക, സ്ഥിരമായ ചുമ, ഇതെല്ലാം. ഒരാൾ ചുമച്ചുകൊണ്ടേയിരിക്കുകയാണ്, അപ്പൊ നമ്മൾ സ്വാഭാവികമായി ചോദിക്കും ക്ഷയമാണേ, ചോദിക്കാറില്ലേ? ഉണ്ട്. ക്ഷയത്തിന്റെ കാരണം സ്ഥിരമായ ചുമ, കണ്ടിന്യൂസ് ആയി ചുമയ്ക്കുക, ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം തോന്നുക, ഇതെല്ലാമാണ് ക്ഷയരോഗത്തിന്റെ ലക്ഷണം. എന്തായാലും ഞാനൊരു ഹമ്പിൾ റിക്വസ്റ്റ് നിങ്ങളോട് പറയാണ്, നിങ്ങൾ സിലബസ് പരിപൂർണമായും പഠിക്കണം. സിലബസ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോർഷൻ നിങ്ങൾ കാണാൻ കഴിയും. അവിടെ ഈ പോർഷൻ ആവർത്തിച്ച് പഠിക്കണം. ഇങ്ങനെ PYQ സെഷൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഐഡിയ, ഏതെല്ലാം മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടും. സിലബസ് കവർ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. ഞാൻ സിലബസ് പഠിച്ചിട്ടുണ്ട്. സിലബസ് പഠിച്ചത് കൊണ്ട് മാത്രം ഒരു പരീക്ഷ നമ്മൾ ജയിക്കണമെന്നില്ല. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ് PYQ. ഒരു കുട്ടി നമ്മൾ കൃത്യമായി സിലബസ് കവർ ചെയ്യുന്നുണ്ട്, PYQവും അനുസരിക്കുന്നുണ്ട്, പരീക്ഷകൾ എഴുതുന്നില്ല, പരീക്ഷകളെ പേടിയാണ്, അവൻ ഒരിക്കലും ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ വിഷയങ്ങളും PSCക്ക് പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളും ഇഷ്ടമല്ല. അവനും PSC ഒരിക്കലും ജോലി കിട്ടാൻ പോകുന്നില്ല. എല്ലാ വിഷയങ്ങളും ഇഷ്ടപ്പെട്ടേ മതിയാവും. ചില ആൾക്കാർക്ക് ചില വിഷയങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. കേരള നവോത്ഥാനം എനിക്ക് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനകത്തുനിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് പോട്ടെ, ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, PSC പരീക്ഷകളിലെ ഹൃദയം, ഈ 3 വിഷയങ്ങളുടെയും ഏറ്റവും പുതിയ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ക്ലാസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 3000 ആണ്. പക്ഷേ നമുക്കിപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മുഴുവനായി ഈ ക്ലാസ്സുകൾ ഈ ഫീസിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയും. എത്രയാണ് ഫീസ് എന്ന് ചോദിച്ചാൽ 999 രൂപ. ഓഫറാണ്. റംസാൻ്റെ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആരോഗ്യരംഗം, ഇങ്ങനെ ഇത്രയും വിഷയങ്ങൾ, PSCയുടെ ഏറ്റവും ഹൃദയമായ ഭാഗങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഫീസാണ് 999. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു പോയിന്റ്, ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്നത് എങ്ങനെയൊക്കെയാണ്? ഇതാണ് ചോദ്യം. പൗരത്വം നഷ്ടമാകുന്നത് എങ്ങനെയൊക്കെയാണ്? നമുക്ക് 5 രീതികളിലാണ് പൗരത്വം നേടാൻ പറ്റുന്നത്. 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഏതെല്ലാമാണ് ആ 3 രീതികൾ? ഒന്ന്, പരിത്യാഗം. പരിത്യാഗത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടാം. പരിത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം. പൗരത്വാപഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. അപഹരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ പൗരത്വം നിർത്തലാം. ആർജിത പൗരത്വം, ഇതിനെ നമുക്ക് മാറ്റി നിർത്താം. നിർത്തലാക്കൽ ടെർമിനേഷൻ. നിങ്ങൾ ഈ രാജ്യത്ത് നിന്നിട്ട് വേറൊരു രാജ്യത്ത് പോയി അവിടെ സ്ഥിര താമസമാക്കി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൗരത്വം ടെർമിനേറ്റ് ആവും. ഈ 3 രീതികളിലൂടെ, പരിത്യാഗത്തിലൂടെ, പൗരത്വാപഹരത്തിലൂടെ, നിർത്തലാക്കലിലൂടെയൊക്കെ നമ്മുടെ പൗരത്വം നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1, 2, 4 ബി ആണ് ശരിയായ ഉത്തരം. ഇനി പൗരത്വത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഭാഗം 2-ലാണ്. ഭാഗം 2-ലാണ് പൗരത്വത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നാണ് പൗരത്വം നമ്മൾ കടമെടുത്തത്. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം, സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഒറ്റ പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇന്ത്യയുടെ രീതി.
2019 പൗരത്വ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പ് 6B ആണ്. ഇനി നമ്മൾ ഒരു ഇന്ത്യൻ പൗരന് എങ്ങനെയല്ല പൗരത്വം കിട്ടാം? ഒരാൾ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ജനിക്കുന്നു, ജനനത്തിലൂടെ പൗരത്വം കിട്ടാം. എന്നാൽ നമ്മൾ പിന്തുടർച്ചയായി അപ്പൂപ്പനിലൂടെ അച്ഛനിലൂടെ അങ്ങനെയൊക്കെ പിന്തുടർച്ച അവകാശം, അതുപോലെ രജിസ്ട്രേഷനിലൂടെ ഇവിടെ വന്ന് പൗരത്വം എടുക്കുന്നു. സ്വാഭാവികവൽക്കരണ ഭൂപ്രദേശങ്ങൾ വേറൊരു ഭൂപ്രദേശത്തെ ഇന്ത്യയുടെ കൂട്ടിച്ചേർത്തു, അപ്പോൾ സ്വാഭാവികമായി ആ ഭൂപ്രദേശത്തുള്ളവരെല്ലാം ഇന്ത്യയുടെ ഭാഗമായി. ഇങ്ങനെയൊക്കെ നമുക്ക് പൗരത്വം കിട്ടാം. 5 രീതികളിൽ പൗരത്വം കിട്ടാം, 3 രീതികളിൽ പൗരത്വം നഷ്ടപ്പെടാം. നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഏതെല്ലാം രീതികളിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത് എന്നാണ്. പൗരത്വം നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ രീതിയാണ് റിനൻസിയേഷൻ. റിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ പരിത്യാഗം. രണ്ടാമത്തത് ടെർമിനേഷൻ. മൂന്നാമത്തത് ഡെപ്രിവേഷൻ. ഡെപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ പൗരത്വാപഹരണം. ഡെപ്രിവേഷൻ. റിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ പക്വതയുള്ള പ്രാപ്തിയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഡിക്ലറേഷൻ പറയുന്നു, എനിക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വം വേണ്ട എന്ന് പറയുന്നു. ഇതാണ് പരിത്യാഗം. അത്രേ ഉള്ളൂ. എനിക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വം വേണ്ട, അവസാനിപ്പിക്കുന്നു. 2 നിർത്തലാക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരൻ സ്വന്തം അറിവോടെയും സമൂഹത്തോടെയും മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു. ഇവിടെ നമ്മൾ പല ആൾക്കാരും, നമുക്കറിയാം ക്രിക്കറ്റിലൊക്കെ ഉള്ള കുറേ ആൾക്കാരൊക്കെ, അതുപോലെ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള പല ആൾക്കാരും ഒക്കെ മറ്റു പല രാജ്യങ്ങളിലും പോയി പൗരത്വം സ്വീകരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ പൗരത്വം ടെർമിനേറ്റ് ആകും. ഇതാണ് ടെർമിനേഷൻ, നിർത്തലാക്കൽ. മൂന്നാമതൊരു രീതിയുണ്ട്, അതായത് കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ, പൗരത്വാപഹരണം. കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ പറ്റും. ഒരാൾ ഇന്ത്യൻ ഭരണഘടനയെ നിന്ദിക്കുന്നു, അനുസരിക്കുന്നില്ല. ഒരു പൗരൻ അദ്ദേഹത്തിന്റെ പൗരത്വം നേടിയത് വ്യാജമായിട്ടാണ്, വ്യാജ റെക്കോർഡിക്കൽ ഒക്കെ സമർപ്പിച്ചിട്ടാണ് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് അയാളുടെ പൗരത്വം ഇല്ലാതാക്കാം. ഒരു പൗരൻ ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് കാണിക്കുന്നു, അയാളെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഒരു വ്യക്തി യുദ്ധ കാലഘട്ടത്തിൽ മറ്റൊരു രാജ്യത്തെ ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യവുമായിട്ടോ ബന്ധം പുലർത്തിയാൽ അയാളുടെ പൗരത്വം നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ചിരകാലവാസ മുഖേനയോ പൗരത്വത്തിന് രജിസ്റ്റർ ചെയ്തോ പൗരത്വം നേടിയ ഒരു വ്യക്തി 5 വർഷത്തിനകം ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇവിടെ വന്നു പൗരത്വം നേടി, എന്നിട്ട് വേറൊരു രാജ്യത്ത് 2 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു, അയാൾ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യാം. തുടർച്ചയായി 7 വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്തു, ഇന്ത്യയിലോട്ട് വന്നിട്ടേ ഇല്ല, അയാളുടെ പൗരത്വം നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന് ഇല്ലാതാക്കാൻ കഴിയും. ഇതാണ് പൗരത്വാപഹരണം എന്ന് പറയുന്നത്, ഡെപ്രിവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? തുടർച്ചയായി 7 കൊല്ലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാൽ ഓട്ടോമാറ്റിക്കലി എന്തുവരും? അയാളുടെ പൗരത്വം കേന്ദ്ര ഗവൺമെന്റിന് ഇല്ലാതാക്കാൻ കഴിയും. അയാൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല 7 വർഷമായിട്ട്. അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഈ 3 രീതിയിലൂടെയും, പരിത്യാഗത്തിലൂടെയും പൗരത്വാപഹരണത്തിലൂടെയും നിർത്തലാക്കലിലൂടെയും ഒക്കെ നമുക്ക് പൗരത്വം നഷ്ടപ്പെട്ടേക്കാം. 5 രീതിയിലൂടെ ഇന്ത്യൻ പൗരത്വം നേടാം, 3 രീതിയിലൂടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം. പഠിക്കണേ, നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ഈ PYQ സെഷൻ്റെ വേറൊരു ക്ലാസ്സിൽ പൗരത്വം നേടുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യവും അതിൻ്റെ എക്സ്പ്ലനേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പൗരത്വം നഷ്ടപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. PYQ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് PYQ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ അഹങ്കാരം കൊണ്ട് മാത്രമേ എടുക്കാതിരിക്കുള്ളൂ. എന്തുകൊണ്ടെന്നറിയാവോ? ഇത്രയാണ് ഇതിൻ്റെ ഫീസ്, ഇത്രയേ ഉള്ളൂ. 1 വർഷത്തെ വാലിഡിറ്റിയാണ് 399. പിന്നെ GST കൂടെ ചേർന്ന് വരുമ്പോൾ 412 രൂപ. ഈ 412 രൂപ കൊടുത്ത് എടുക്കാൻ കഴിയാത്ത ആരുണ്ട്? വിശ്വാസക്കുറവ് കൊണ്ട് മാത്രമേ നമ്മൾ എടുക്കാതിരിക്കുള്ളൂ. നിങ്ങളെ കുറ്റം പറയുന്നില്ല. പല സ്ഥലങ്ങളിലും കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്വമൊന്നും അവർക്കില്ല. ഇതാണ് ഭയങ്കര മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഉണ്ട്. അവർ എന്നെ പോലെയുള്ള ഫിഗറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങളിടുന്ന ഒരു ബണ്ടിൽ കോടിക്കണക്കിന് രൂപയാണ് അവർ നേടിയെടുക്കുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെയൊക്കെ. അവരാണ് അവരുടെ ഐക്കൺ വെച്ചിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഫാക്ടറൊക്കെ വെച്ച് നല്ല രീതിയിലൊക്കെ അവതരിപ്പിച്ച് നിങ്ങളുടെ കയ്യിരിക്കുന്ന പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇത് പഠിപ്പീരെന്ന് പറഞ്ഞാൽ കുറേ ക്ലാസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ മനസ്സിലാക്കണം,
നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞാൻ കുറേ നാൾ ഈ കുട്ടികളുമായിട്ട് ഇങ്ങനെ, പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്ലാസ് കുറേ വർഷങ്ങളായി ഈ കുട്ടികളെ ഓൺലൈനിലൂടെ ക്ലാസ് കൊടുക്കുന്നതാണ്. എൻ്റെ ക്ലാസ്സിന് ഭയങ്കര മഹത്വം ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല, പക്ഷേ ജെനുവിനാണ്. ഭയങ്കര മാർക്കറ്റിങ്ങോ തന്ത്രങ്ങളോ ഒന്നുമില്ല. എനിക്കൊരു യൂട്യൂബ് ഓരോരുത്തരുടെ അവകാശം പോലെയാണല്ലോ. നിങ്ങൾക്കൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബർ ആവാം. യൂട്യൂബിലൂടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് കൊടുക്കുന്നു. നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഫീസിൻ്റെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ ഒരു 20 ഇരട്ടി ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കൂ. ഒരു സിനിമ കാണുന്ന പോലെയല്ലേ, ഒരു അത്ര ക്ലാരിറ്റിയോടെ ക്ലിയറോടെ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുന്നതോടെ PDF നോട്ട് തരുന്നു. ഇങ്ങനെയെല്ലാം ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേരിനൊരു ഫീസ്, അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. നമുക്ക് ക്ലാസ്സിൽ കാണാം. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ധാരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന രേഖകൾ, കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു? ഉത്തരം എന്ന് പറഞ്ഞാൽ നേർത്ത ചരിവ്, കുത്തനെയുള്ള ചരിവ്, സമതലം, നദീ താഴ്വര. കുത്തനെയുള്ള ചരിവുകളെയാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ബി ആണ് ഉത്തരം. കുത്തനെയുള്ള ചരിവാണ് ശരിയായ ഉത്തരം. ധാരാതലീയ ഭൂപടങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് മാപ്പ് അല്ല. ഇത് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ വരയ്ക്കുന്ന മാപ്പുകളാണ്. ഈ മാപ്പിന്റെ പ്രത്യേകത പ്രകൃതിദത്തമായതും എന്നാൽ കൃത്രിമമായതുമായ എല്ലാ സവിശേഷതകളും വിശദമായി ഈ ഭൂപടത്തിലുണ്ട്. ഭൂപ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, ഇതേപ്പറ്റിയുള്ള സൂക്ഷ്മമായ മൈന്യൂട്ട് പോയിന്റുകൾ പോലും ഈ ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കൃത്യമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യൽ, സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണം, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കൽ. എല്ലാ ആവശ്യങ്ങൾക്കും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കെല്ലാം ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ഉപയോഗിക്കാം. ഇന്ത്യയിൽ ഈ ധാരാതലീയ ഭൂപടത്തിന്റെ നിർമ്മാണ ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ്. ഏറ്റവും പഴയ കാലം 1767 തോന്നുന്നു സർവേ ഓഫ് ഇന്ത്യക്കാണ് ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതലയുള്ളത്. ഈ ഒരു ഭൂപടത്തിലൂടെ ഒരു പ്രദേശത്തിന്റെ കൃത്യമായ ഉയരം, അവിടെ എത്ര വനമുണ്ട്, എത്ര പ്രകൃതി സമ്പന്നതയുണ്ട്, അത് നാച്ചുറൽ ആയിട്ടുള്ളത്, കൃത്രിമമായത്, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ, മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, കൃഷിയിടങ്ങൾ, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ്. ഈ ഒരു ഭൂപടം ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് നിർമ്മിക്കാൻ പറ്റും? സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിന് ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് ഉപയോഗിക്കാം. മാത്രമല്ല, ഒരു ഭൂപ്രദേശത്തിന്റെ സാംസ്കാരികമായ പ്രത്യേകതകൾ, അതുപോലെ ഭൗതികമായ പ്രത്യേകതകളൊക്കെ പഠിക്കാനൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് അല്ലെങ്കിൽ ധാരാതലീയ ഭൂപടങ്ങളുടെ പ്രത്യേകത. ഇന്നത്തെ PYQ സെഷനിലെ 3 ചോദ്യങ്ങളിൽ 1 ബയോളജിയിൽ നിന്നായിരുന്നു, 2 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരുന്നു, 3 ജോഗ്രഫിയിൽ നിന്നായിരുന്നു. ഇത് 3 ചോദ്യങ്ങളുടെ നിലവാരം എന്താണ് എന്ന് രേഖപ്പെടുത്തി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു താങ്ക് യു പറഞ്ഞ് നമുക്ക് പിരിയാം. നമുക്ക് വീണ്ടും കാണണം. കഴിഞ്ഞ ദിവസം നമ്മൾ 2026 മാർച്ചിലെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളുടെ ലിങ്ക് ഉണ്ട്. കണ്ടു തുടങ്ങുക. വരാനിരിക്കുന്ന പരീക്ഷ നിങ്ങളുടെ സ്വപ്നം നടന്ന് അത് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടുന്ന ഒരു നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.